ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നം നിറവേറ്റാനുണ്ടെങ്കിൽ ആ സ്വപ്നത്തെക്കുറിച്ച് ആരോടും സംസാരിക്കാതെ അത് നേടിയെടുക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് സ്വയം മുന്നേറുക എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹം ഒരു 10 ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 ആളുകൾ 10 അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് പറയും. അവസാനം നമ്മുടെ മനസ്സൊരു കൺക്ലൂഷനിലെത്തും, ഇത് നേടിയെടുക്കണമെങ്കിൽ ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഈ ലക്ഷ്യത്തെ ഇവിടെ വെച്ചങ്ങ് നിർത്താം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് മാത്രം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും, നമ്മളൊരു പുതിയ കാറ് മേടിക്കുകയാണ്, നമ്മളൊരു വീട് വെക്കുകയാണ്, ഇതിനെക്കുറിച്ചൊക്കെ കഴിയുന്നതും ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു കുഞ്ഞു കഥ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആ കുഞ്ഞു കഥ ഒന്ന് കേട്ട് നോക്കിയാലോ. ഒരിക്കലൊരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ വയലിലൂടെ പോയപ്പോൾ വയലുകൾക്കിടയിൽ ഒരു കുരുവി കൂട് കൂട്ടിയത് കണ്ടു. പിന്നീടൊരു ദിവസം ആ കർഷകൻ കാണുന്നത് ആ കൂട്ടിൽ കുഞ്ഞു കുരുവി മുട്ടകളാണ് കാണുന്നത്. താമസിയാതെ ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞു കുരുവികൾ പുറത്തു വന്നു. അങ്ങനെ അമ്മക്കുരുവിയും കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ അവിടെ ജീവിക്കാൻ തുടങ്ങി. തൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം തേടി ദിവസവും അവൾ കാട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ അവളുടെ കുട്ടികൾ വളരെ ഭയന്നിരിക്കുന്നതായി അവൾ കണ്ടു. എന്താണ് സംഭവിച്ചതെന്ന് അവൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. മക്കളെ, നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മേ, ആ കർഷകൻ ഇവിടെ വന്നിരുന്നു. വിളവെടുപ്പിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. നാളെ വിളവെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടേക്ക് വരുമത്രേ. അമ്മേ, അവർ വിളവെട്ടിയാൽ നമ്മൾ എവിടേക്ക് പോകും? ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ പറക്കാൻ പോലും കഴിയില്ലല്ലോ. കുഞ്ഞിക്കുരുവികൾ വിഷമത്തോടെ പറയുന്നത് കേട്ട് അമ്മക്കുരുവി പറഞ്ഞു, എൻ്റെ മക്കളെ വിഷമിക്കേണ്ട കേട്ടോ. നാളെ വിളവെട്ടാൻ ആരും വരില്ല. നാളെ എന്നല്ല, അടുത്ത ദിവസവും നിങ്ങൾ പേടിക്കേണ്ട. അടുത്ത ദിവസവും വിളവെട്ടാൻ ആരും വരില്ല എന്ന് അമ്മക്കുരുവി പറഞ്ഞു. അമ്മക്കുരുവി പറഞ്ഞതുപോലെ തന്നെ ദിവസങ്ങൾ പലതും കഴിഞ്ഞിട്ടും ആരും അവിടെ വിളവെട്ടാൻ വന്നില്ല. അമ്മക്കുരുവിയും കുഞ്ഞുങ്ങളും ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ ഒരിക്കൽ കുരുവി കാട്ടിൽ പോയി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി വന്നപ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ട് ഞെട്ടിപ്പോയി അവൾ. കുഞ്ഞുങ്ങളെല്ലാം ഭയപ്പെട്ടിരിക്കുന്നതാണ് അവൾ കണ്ടത്. അമ്മക്കുരുവി ഭയപ്പെട്ടതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, കർഷകർ വന്നിരുന്നു, നാളെ വേറെ പണിക്കാരുമായി വന്ന് വിളവെട്ടുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അമ്മക്കുരുവി ആദ്യത്തെ മറുപടി തന്നെയാണ് പറഞ്ഞത്. മക്കളെ വിഷമിക്കേണ്ട, വിളവെട്ടാൻ ആരും വരില്ല എന്ന് തന്നെ അമ്മക്കുരുവി പറഞ്ഞു. ഇത്തവണയും അമ്മക്കുരുവി പറഞ്ഞതുപോലെ തന്നെ ആരും വിളവെട്ടാൻ വന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. പിന്നെയും ഒരു ദിവസം അമ്മക്കുരുവി കുഞ്ഞുങ്ങളുടെ ഭയപ്പെട്ട മുഖം കണ്ടു. ഭയപ്പെട്ടതിൻ്റെ കാരണം അന്വേഷിച്ചു. അപ്പോഴും കർഷകൻ പിന്നെയും വന്നിരുന്നു എന്ന് തന്നെ കുഞ്ഞുകുരുവികൾ പറഞ്ഞു. അതുമാത്രമല്ല, ഇത്രയും നാൾ കൂടെ വരാമെന്ന് പറഞ്ഞ ആളുകൾ വരാത്തത് കൊണ്ട് വിളവെട്ടാൻ പറ്റിയില്ല. നാളെ ഞാൻ തനിയെ വന്ന് വിളവെട്ടും എന്ന് പറഞ്ഞിട്ടാണ് കർഷകൻ പോയത്. പക്ഷേ അമ്മേ, ഞങ്ങൾക്കറിയാം കർഷകൻ നാളെയും വരില്ലേ എന്ന്. പെട്ടെന്ന് അമ്മക്കുരുവി പറഞ്ഞു, മക്കളെ, നമുക്ക് ഈ സ്ഥലം വിട്ട് മറ്റെവിടേക്കെങ്കിലും പെട്ടെന്ന് മാറണം. കാരണം നാളെ കർഷകൻ എന്തായാലും വിളവെട്ടാൻ വരും. പക്ഷേ അമ്മേ, കുറേ നാളായി കർഷകൻ ഇത് തന്നെയല്ലേ പറയുന്നത്. എന്നാൽ ഓരോ തവണയും വിളവെടുപ്പിന് ആരും വരാറില്ലല്ലോ. എന്നാൽ ഇത്തവണ വരുമെന്ന് ഉറപ്പാണോ? അപ്പോൾ അമ്മക്കുരുവി പറഞ്ഞു, ആദ്യം കർഷകൻ മക്കളെ ആശ്രയിച്ചാണ് വിളവെടുക്കാൻ തീരുമാനിച്ചത്. രണ്ടാം തവണ ജോലിക്കാരെ ആശ്രയിച്ചാണ് വിളവെടുക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ജോലി ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജോലി ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹം സ്വയം ജോലി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനാൽ അദ്ദേഹം നാളെ തീർച്ചയായും വരും. ഇത് കേട്ടപ്പോൾ കുഞ്ഞുകുരുവികൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് പറന്നു. അമ്മക്കുരുവിയും കുഞ്ഞുകുരുവികളും മറ്റൊരിടത്ത് കൂടുകൂട്ടി താമസമാക്കി. അടുത്ത ദിവസം കർഷകൻ വയലിൽ വന്ന് വിളവെടുക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ നമ്മുടെ ജോലിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് യഥാർത്ഥത്തിൽ മടിയന്മാരാണ്. എന്നാൽ നിങ്ങൾ ആരുടെയും സഹായം സ്വീകരിക്കരുത് എന്നല്ല ഇതിനർത്ഥം. സഹായം അഭ്യർത്ഥിക്കുന്നത് തെറ്റല്ല. എന്നാൽ ഒരാൾക്ക് എന്തെങ്കിലും ജോലി ആരംഭിക്കാനോ കൃത്യസമയത്ത് അത് ചെയ്യാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ജോലി സ്വയം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നം നിറവേറ്റാനുണ്ടെങ്കിൽ ആ സ്വപ്നത്തെക്കുറിച്ച് ആരോടും സംസാരിക്കാതെ അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിലേക്ക് സ്വയം മുന്നേറുക. നമ്മൾ നേടിയെടുത്ത ലക്ഷ്യത്തിൻ്റെ ഫൈനൽ റിസൾട്ട് മാത്രം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം.
സോ ഗൈസ്, ഈ കുഞ്ഞു കഥയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട വലിയൊരു മെസ്സേജാണ് നൽകുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. കൂട്ടത്തിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.